എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇപ്പോൾ സമയം ഏകദേശം ഒരു ഉച്ച സമയമായിട്ടുണ്ട്. ഞാൻ ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, പക്ഷേ ഞാൻ ഇൻട്രോ എടുത്തില്ല. അപ്പം എന്താ പറയുക, ഞങ്ങളുടെ കുറച്ച് ചെറിയ വിശേഷങ്ങൾ, പിന്നെ നാളെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നാളത്തെ വീഡിയോയ്ക്ക് കുറേയധികം സ്പെഷ്യൽ പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതെന്താണെന്ന് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. ഉറപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. അത് മാത്രമേ എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റത്തുള്ളൂ. ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടമാവുന്നൊരു സംഭവമായിരിക്കും. അപ്പം ഇന്നത്തെ കുറച്ച് അത്ഭുതത്തെ കാര്യങ്ങളൊക്കെയാണ്. രാവിലെ എന്ന് പറയുമ്പം രാവിലെ മുതൽ മഴയാണ്. എല്ലാ സ്ഥലത്തും മഴയാണ്. കാരണം ഞാനിങ്ങനെ വാർത്തയൊക്കെ കണ്ടു, അത് തീവ്ര മഴയ്ക്ക് സാധ്യത എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇവിടെ എന്ന് പറയുമ്പോൾ തുള്ളി തുള്ളി നിൽക്കുകയാണ്. അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ. നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഇവിടെ തുടങ്ങുകയാണ്. രാവിലെ റവ വെച്ചിട്ട് ഉണ്ട ഉണ്ടാക്കാം എന്നുള്ളതാണ് എൻ്റെ പരിപാടി. എല്ലാ സ്ഥലത്തും അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല പറയുന്നത്, ഞങ്ങളുടെ ഇവിടെ അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ റവ പച്ച ഇതാണ്, അത് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുക. വറുത്താൽ മാത്രം അത് നല്ല രീതിയിൽ ഇതായാൽ മാത്രമേ അച്ചയ്ക്കൊരു പരുവുണ്ട്. ആ പരുവത്തിനെത്തിയാൽ മാത്രമേ അച്ചയ്ക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ. അതായത് മമ്മി വീട്ടിലുണ്ടാക്കുന്ന ഒരു പരുവമുണ്ട് കണയങ്കവയിൽ, ആ ഒരു സംഭവം വേണം. ഇല്ലെങ്കിൽ എന്ന് വെച്ചിട്ട് വേറെ ഒരു സാധനത്തിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഒരു സംഭവത്തിന് അതിന് കറക്റ്റ് ഇത് വേണം കേട്ടോ. അപ്പോൾ അതാണ് അവർ രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല. രാവിലെ ഭയങ്കര തണുപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ല തണുപ്പ്. ഞാൻ നോക്കിയപ്പം സ്വെറ്ററോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. എന്നാൽ ഒരു ജാക്കറ്റ് എടുത്തിട്ടേക്കാം, മറ്റേ ബൈക്കിന് പോകുമ്പോൾ സംഭവം ഉണ്ടല്ലോ അതെടുത്തങ്ങ് ഇട്ടു കേട്ടോ. അത് ഇവിടെ മറ്റേ സ്വിച്ച് ബോർഡിൻ്റെ അവിടെ ഇപ്പോൾ കാണുമ്പോഴാണ് തീ കത്തുന്ന പോലെ തോന്നുന്നു. എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത് നമ്മുടെ ലൈറ്റ് തെളിഞ്ഞിരിക്കുന്ന തീ കത്തുന്ന പോലെ കേട്ടോ. അപ്പോൾ നമ്മുടെ റവ കൊണ്ടുള്ള ഉണ്ട ഇവിടെ അടുപ്പയിൽ കയറ്റിയിട്ടുണ്ട് ഞാൻ. ഇനി അത് അവിടെ ഇരുന്ന് കുറച്ച് സമയം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഏറെ കുറേ പരിപാടികൾ ചെയ്യാനുണ്ട്. എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും വീട് ഫുള്ളും അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കണമുണ്ട്. കാരണം ഇപ്പോൾ ആവക്കുട്ടി കുറച്ച് വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ പൊടി കണ്ടാൽ പോലും അവളതെടുത്ത് വായിൽ വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിലൊന്ന് തുടയ്ക്കണം. ഡെയിലി തുടച്ചാൽ മാത്രമേ ശരിയാവത്തുള്ളൂ കേട്ടോ. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മുടെ ടൈല് ഹാളും റൂമുകളെല്ലാം ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് ചെറിയ പൊടിയൊന്നും കിടന്നാൽ നമ്മുടെ കണ്ണിന് പിടിക്കില്ല. പക്ഷേ അവളുടെ കണ്ണിന് അതൊക്കെ നല്ല കറക്റ്റായിട്ട് പിടിക്കും കേട്ടോ. അവൾ പൊട്ടും പൊടിയും തപ്പി പിടിച്ച് അവളതെടുക്കും. അതുകൊണ്ട് അടിച്ച് വാരി തൂത്ത് തുടച്ച് എല്ലാ പരിപാടികളും ചെയ്യണം. അതിന് മുമ്പ് അവർ എണീറ്റ് വന്നു കഴിഞ്ഞാൽ തണുപ്പും കൂടി ആയതുകൊണ്ട് നടക്കത്തില്ല. അപ്പം അവക്കുട്ടി എണീറ്റ് വരുന്നതിന് മുമ്പ് ഇവിടെ എല്ലാം ഉണങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ പരിപാടികൾ ആണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലാ സ്ഥലത്തും മഴയാണെന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെ ഭയങ്കര മഴയല്ല, പക്ഷേ ഇങ്ങനെ മഴക്കാലം പോലെ തുള്ളി 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 നിൽക്കുകയാണ്. അതുപോലെ തന്നെ കാറ്റും നല്ല രീതിക്കുണ്ട് കേട്ടോ. വേറെന്താ പ്രത്യേകത? വേറൊന്നുമില്ല. വർക്കേരിയുടെ കഥ ഇങ്ങനെ തുറക്കുമ്പോൾ ഇവിടെ നമ്മുടെ അൽക്കുലത്തുകളൊക്കെയാണ് കേട്ടോ. പക്ഷേ പിന്നെ ഞാനിവിടെ നമ്മുടെ ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 2 എണ്ണം നേരത്തെ വെച്ചതാണ്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഒരു തൈയാണ് കേട്ടോ, ഒരു പഴത്തിൻ്റെ തൈയാണ്. ആരെങ്കിലും ഗസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ ഇതെന്താണെന്ന്. ഒന്നും മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം, എന്നാലും ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലോ അപ്പോൾ അത് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് നമ്മുടെ 2 ചെടി. ഇത് 3 എണ്ണം ഞാൻ ഇന്ന് പറിച്ച് കൊണ്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിന് ചെറിയ കളർ വ്യത്യാസമുണ്ട്. താഴെ നിൽക്കുമായിരുന്നു നമ്മുടെ ചെടിയെല്ലാം. അപ്പോൾ താഴെ നിന്നാൽ അത് പോകുമെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അതിനെ ഇവിടെ കൊണ്ടുവച്ചു. ഇത് നമ്മുടെ കണിയങ്കവലിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതായത് ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച ഒരു ചെടിയാണ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. ഇത് എനിക്ക് തരാൻ വേണ്ടി ചേട്ടായി വളവും വെള്ളവും ഒക്കെ ഒഴിച്ച് വേര് പിടിപ്പിച്ചെടുത്ത കറിവേപ്പിൻ്റെ തൈയാണ്. ചേട്ടായി ഞാൻ ഇനി ഈ വീട്ടിൽ നിന്ന് എനിക്ക് കരിയാപ്പല കൊണ്ട് തരികയെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഇതിൽ നിന്ന് ഇലയെടുത്ത് ഞാൻ കറി വെച്ചോണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 2 മാലിച്ചീനിയുടെ തൈ. അപ്പോൾ ഇതാണ് ചേട്ടായി കൊണ്ട് തന്ന കറിവേപ്പ് കേട്ടോ. കറിവേപ്പെന്നോ അങ്ങനെ പറയാം. അപ്പോൾ അതാണിത്. 2 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു, 1 എണ്ണം പോയി. ഇതിങ്ങനെ പിടിച്ച് കിട്ടാൻ ഇച്ചിരി പാടാണല്ലോ. ഇപ്പോൾ ഇത് കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ പെട്ടെന്നെടുത്ത് വെയിലത്തോട്ട് വെക്കാതെ എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് വെയിലത്ത് വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കേരിയയുടെ ഒരു അവസ്ഥ കേട്ടോ. വർക്കേരിയയിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്, തുണിയിടുന്ന സ്റ്റാൻഡുണ്ട്, 2-3 തുണിയുണ്ട്. പിന്നെ ഇതിനകത്തെല്ലാം നമുക്ക് തുണിയുണ്ട് കേട്ടോ. അലക്കാനുള്ള തുണിയൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെയാണ്. ഇത് അവർ കൊണ്ട് തന്ന സുന്ദരി വാഴ. എനിക്കറിയില്ല കേട്ടോ ഇത് ഈ വാഴയുടെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല.
ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കായൊക്കെ ഇരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് ഇതും നിങ്ങൾ കമൻറ്റ് ബിലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഡെയിലി വീഡിയോസൊന്നും ഇടുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൻ്റെ എട്ടപ്പാട് തീർന്ന് കിടക്കണം കേട്ടോ. അതായത് നമ്മുടെ ലോങ് വീഡിയോയുടെയൊക്കെ ഇന്നത്തെ വ്യൂ കണ്ടാൽ കുഴപ്പമില്ല, നമുക്ക് വിഷമോ കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ വീഡിയോ ഇടാത്തത് കൊണ്ടാണ് നമ്മുടെ വീഡിയോ കാണാൻ ആളില്ലാത്തതെന്ന് മനസ്സിലായി. അപ്പം എന്തെങ്കിലുമൊക്കെ വീഡിയോ 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഇടണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മൾ ഈ വീഡിയോ ഇടാതിരുന്ന സമയത്ത് നമ്മൾ അന്നൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ വിവാഹ തട്ടിപ്പ്, എൻ്റെ ഫോട്ടോയും ഇതൊക്കെ വെച്ചിട്ട് ഒരു സംഭവം വന്നു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെന്തായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽസൊന്നും അറിയത്തില്ല. അത് എന്താ പറയുക, നമ്മളെ ഒരു പ്രാവശ്യം സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചപ്പോഴത്തേക്കും അവർ ആ പോസ്റ്റൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടേ, അവരെന്തെങ്കിലും ചെയ്യുമായിരിക്കും, അറിയില്ല. കണ്ടുപിടിക്കാനാണെങ്കിൽ വളരെ ഈസിയാണ്. കാരണം നമ്മുടെ കയ്യിൽ അവരുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ അവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടുപിടിക്കാനാണെങ്കിൽ വളരെ ഈസിയാണ്. പിന്നെ എന്താണ് ഡിലേ ആവുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല കേട്ടോ. നമ്മളും ഒരുപാട് അതിൻ്റെ പുറകെ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആളെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടു. കാരണം നാളെ ഞാൻ റോഡിൽ കൂടെ പോകുമ്പോൾ എന്നെ ആരും അടിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അതങ്ങനെ കൊടുത്തിട്ടതാണ് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ. വേറെന്താണ്, അപ്പം അതിനെക്കുറിച്ച് വേറെ നമുക്കും പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് വീഡിയോയിൽ പറയാഞ്ഞത്. പിന്നെ അന്ന് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആ ഇത് പോസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റം പറയരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. അല്ലെങ്കിലും ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പം മാക്സിമം നന്നായി അന്വേഷിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ കല്യാണം കഴിഞ്ഞൊരു കൊച്ചുള്ളവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് വേണ്ടി ആലോചിച്ചിട്ട് നമ്മുടെ പൈസയും പോയി എല്ലാം പോയി നമ്മൾ അവസാനം ഒന്നുമില്ലാണ്ട് പിന്നെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കില്ല, അങ്ങനത്തെയൊക്കെ ഇതായി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം ഈ ഒരു കാര്യത്തിനെന്നല്ല, എന്ത് കാര്യം ചെയ്താലും അതുപോലെ ഭയങ്കരമായിട്ട് കെയർഫുള്ളായിട്ട് ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് പണി കിട്ടുന്നത് ഏത് വഴിയാണെന്ന് നമുക്കറിയില്ല. ദിവസവും നമ്മൾ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കറിയില്ല ആ കേസിൻ്റെ കാര്യം എന്താണെന്ന്. ഇപ്പോഴത്തെ അവസ്ഥ സത്യം പറഞ്ഞാൽ നമ്മൾ പോയി അന്വേഷിച്ചിട്ടൊന്നുമില്ല. ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാനാണ് കംപ്ലയിൻറ്റ് കൊടുത്തത്. അപ്പോൾ അന്ന് ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കണ്ടുപിടിച്ചാൽ നമ്മളെ അറിയിക്കുമായിരിക്കും. അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ കാര്യം. പിന്നെ വീഡിയോയ്ക്ക് എന്താണ് വ്യൂസ് കുറവ്, വീഡിയോ ഇടാത്ത എന്താണ് എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് വരുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഇന്നലത്തെ ലോങ് വീഡിയോയ്ക്ക് 1 or 2 കമൻറ്റാണുള്ളൂ കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കമൻറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി എന്നൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സങ്കടമായി. കാരണം ഞാൻ എല്ലാവരും കമൻറ്റ് ഇരുന്ന് വായിക്കും, റിപ്ലൈ ഒക്കെ കൊടുക്കും. പക്ഷെ അതും കുറഞ്ഞു പോയെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ എന്താ പറയുക, റെഗുലറായിട്ട് വീഡിയോ ഇടണം. അതിന് വേണ്ടി നല്ല രീതിക്ക് അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകത്തുള്ളല്ലോ. പക്ഷെ നമ്മളിപ്പം പല പല കാര്യങ്ങളായിട്ട് ഓടി അലഞ്ഞ് തിരിഞ്ഞ് നടക്കണം. പിന്നെ ഹോസ്പിറ്റൽ കേസ് നിങ്ങൾക്കറിയാമല്ലോ. ഹോസ്പിറ്റലിലെ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടംപോലെ വീഡിയോ എടുക്കാമായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ പേടിയാണ്. എന്താ പറയുക, അത് നിങ്ങൾ കണ്ടൻറ്റാക്കി ആശുപത്രി കൊച്ചിനെ വെച്ച് കണ്ടൻറ്റ് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കൂടാന്ന് വന്ന് പറയാം. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പേടിയായിരുന്നു. പിന്നെ എല്ലാവരും എന്തായി ഒരു കുഞ്ഞു കൊച്ചിൻ്റെ കാര്യമില്ല. അപ്പോൾ അത് എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ഇട്ടതാണ്. ഒരുപാട് കമൻറ്റ് വന്നായിരുന്നു കേട്ടോ, കൊച്ചിൻ്റെ വീഡിയോ വെച്ച് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ, ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ അങ്ങനത്തെ കമൻറ്റൊക്കെ വന്നു. പിന്നെ അത് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ നമുക്കൊരു മൂഡുണ്ടായിരുന്നില്ല. നമ്മളെപ്പോലെ അല്ലല്ലോ, വലിയവർക്കല്ലല്ലോ, കുഞ്ഞൊരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇതായിപ്പോവും, ഡൗൺ ആയിപ്പോവും. അപ്പോൾ അതായിരുന്നു നമ്മുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നാളത്തെ വീഡിയോ വളരെ 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 സ്പെഷ്യലാണ്. ഗസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഗസ് ചെയ്യാം കേട്ടോ. നമ്മൾ നോർമലി ചിന്തിച്ചാൽ ചിലർക്കെങ്കിലും മനസ്സിലാവുമായിരിക്കും നമ്മുടെ വീഡിയോ റെഗുലറായിട്ട് കാണുന്നവർക്ക്. അപ്പം ഗസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ തലയിൽ വരുന്ന ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പറ്റുന്നവർ കേട്ടോ. കമൻസൊക്കെ കുറവായിരിക്കും എനിക്കറിയാം, കാരണം വീഡിയോ ഇനി വേണം ഇട്ട് തുടങ്ങാൻ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. മടി പിടിച്ചിരുന്നതിനുള്ളത് കിട്ടി ശരിക്കും. ഇപ്പം മണി മാറി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ എല്ലാവരും കൂടി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു സമയം കിട്ടുന്നില്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ തന്നെ വീഡിയോ ഇട്ടേക്കാന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്തൊന്നുമില്ല, എന്നാലും നമ്മുടെ ഇഷ്ടമുള്ളവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.